ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തുറന്നാലും എല്ലായിടത്തും ഇൻസ്റ്റ ആയിക്കോട്ടെ, ടിക്ടോക്ക് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എല്ലായിടത്തും ചർച്ചാ വിഷയം ജാസിയാണ്. ജാസി സർജറികളാണ്, ജാസി ചെയ്ത സർജറികളെ പറ്റിയാണ്. കുറച്ച് നാളായി ഇവിടെ ജാസി ആഷി വിഷയം കടന്ന് ഓടുന്നു. ഒന്നല്ല ജാസി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രേണുസുതി. ഇങ്ങനെ ഈ പറയിപ്പിക്കുന്ന ഈ രണ്ട് ആൾക്കാരെ കൊണ്ട് സോഷ്യൽ മീഡിയ ഇപ്പൊ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം വേറൊരു അവതാരങ്ങൾ കുറച്ച് കയറി വരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം ട്രോളുകൾ ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്കിപ്പോ ഇന്ന് ജാസിയുടെ കാര്യങ്ങൾ പറയാം. അപ്പൊ കഴിഞ്ഞ ദിവസം ജാസി ഹെലനോസ് പാട്ട് തന്നെയും തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ നമ്മളും കുറച്ചൊക്കെ എടുത്ത് അവർ ഈ കോണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും അതൊരു കോൺട്രവേഴ്സിലോട്ട് എത്തിക്കുകയാണ് നമ്മുടെ ജാസി ചെയ്യുന്നത്. ആ തുണി പൊക്കി കാണിച്ചു എന്ന് പറഞ്ഞ കേസ് ഉണ്ടല്ലോ, അതായത് ഹെലനോസ് പാട്ടറെ ഫോൺ വിളിച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ കൺസേൺ ഇല്ലാതെ അവൾ പബ്ലിക്കിൽ നിൽക്കുമ്പോഴത്തേക്ക് ഫോൺ വിളിച്ചിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് കോൾ എടുക്കുമോളെ എന്ന് വിളിച്ച് അവൾ കോൾ എടുത്തപ്പോഴത്തേക്ക് ഉടനെ ബട്ടൺസ് ഊരി കാണിക്കണം. അതൊക്കെ ഒരു ലേഡീസിന് ചേർന്ന പ്രവൃത്തിയാണ്. ഒരിക്കലും ഒരു ലേഡീസ് പെണ്ണിനെയാണെങ്കിൽ പോലും ആണിനെയാണെങ്കിൽ പോലും ഇങ്ങനെ പ്രൈവറ്റ് കാര്യങ്ങൾ ആരും പൊക്കി കാണിക്കത്തില്ല എന്നുള്ള കാര്യം ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവര് എന്തിനാണ് ഇവര് ശരിക്കും ഡൗൺ സർജറി ചെയ്തിട്ടില്ല, ഇവര് ശരിക്കും ബ്രസ്റ്റ് സർജറി മാത്രമേ ചെയ്തിട്ടുള്ളൂ എറണാകുളം മെഡിസിറ്റിയിൽ. അപ്പം അതിനൊരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവർ വന്നിരിക്കണം. എന്തിനാണ് ഇത് വീണ്ടും ഊതിപ്പെരിപ്പിച്ച് വലിയ ഒരു കോൺട്രവേഴ്സിലോട്ട് ആക്കുന്നത്? അപ്പം ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്കറിയാം ഇവര് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് കടന്ന് കളിക്കുന്ന ഒരു തെത്രപ്പാടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റണ മെഡിസിറ്റിയിലോട്ട് വിളിച്ച് ചോദിക്കാൻ, അതായത് ബൈജുചേട്ടനാണ് വിളിച്ചു ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ജാസി മുമ്പേ കാണിച്ചു തരേണ്ട കോമാളിത്തരങ്ങളും നമ്മുടെ സ്ത്രീ ജനങ്ങളെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിലുള്ള ആക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടാണ്. ഒരു രേണുസുതി മറ്റുള്ള പ്രോഗ്രാമിൽ പോകുമ്പോഴത്തേക്ക് വീഡിയോസ് വരുമ്പോഴത്തേക്ക് അവരെ വൊമിറ്റ് ചെയ്ത് കാണിക്കുന്നു, ഞാൻ 5 മാസം പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു, ഞാനിപ്പോ പ്രസവിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് ഇതുപോലുള്ള കോമാളി തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ദേ കിടക്കുന്ന കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സർജറി ചെയ്ത് ഞാൻ ഒരു പെണ്ണായി മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും ശൈലികളും ഒക്കെ ഇവർ വന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞ എന്താണ്, റണ മെഡിസിറ്റിയിൽ ഡൗൺ സർജറി ഇല്ല. അപ്പം ഇവരെന്ത് സർജറിയാണ് ചെയ്തത്? അങ്ങനെ ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോട്ട് മാറിയപ്പോഴാണ് നമ്മുടെ ബൈജുയുടെ റണ മെഡിസിറ്റി വിളിച്ച് അന്വേഷിച്ചത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു ട്രാൻസ് ആണ്. അപ്പം ഒത്തിരി ആൾക്കാർ നമ്മുടെ കപ്പിൾസ് മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ട്. അപ്പം ഇവര് ട്രാൻസ് ആയിരിക്കും, ഇവർക്ക് ഒരു അമ്മയാകാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശാസ്ത്രം ഇത്രയും വളർന്നോ, സയൻസ് ഇത്രയും പുരോഗമിച്ചോ, അപ്പം നമുക്ക് എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല? അപ്പൊ ഇവർ ഇവര് ഇൻഫ്ലുവൻസ് ആണ്. ഇവര് സാധാരണ ജാസി എന്ന് പറഞ്ഞത് 10 മനുഷ്യർ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവരിൽ നിന്ന് കുറെ ആൾക്കാർക്ക് ഇത് ഇൻഫ്ലുവൻസ് ആവും, കുറെ ആൾക്കാർക്ക് അത് പ്രതീക്ഷയും മക്കള് ഉണ്ടാകുമെന്ന് കരുതിട്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവരൊരു തെറ്റായ ഒരു കാര്യം പ്രചരിപ്പിക്കുമ്പോഴത്തേക്ക് ഈ മക്കളില്ലാത്ത ഇരിക്കുന്നവർക്ക് അവർക്ക് ഒരു ഹോപ്പ് കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഇവർക്ക് കൊടുത്തത്. അതിനെയാണ് നമ്മൾ വിമർശിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ എന്താണെങ്കിലും ജാസിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്നാണ് എന്തെങ്കിലും ഒരു വിവാദങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് എന്ന് അറിഞ്ഞ് സംസാരിക്കുന്നപ്പോ, ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ആഷിയുടെ ഉമ്മാന്റെ ഒരു സീൻ വന്ന സമയത്തും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പുള്ള വിവാദങ്ങളിലും ഈ ഗർഭത്തിന്റെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാട്സപ്പ് വഴി കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ നോർമൽ കോളൊക്കെ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കുട്ടീനെ വന്ന് പറഞ്ഞു, ജാസി എന്റെ ഫ്രണ്ടാണ്, ജാസി എന്ന് പറഞ്ഞാൽ മതിയോന്ന്. ആ ബന്ധം ആ പ്രശ്നത്തോടെ അവിടെ തീർന്നു. കാരണം ആ കുട്ടി വന്ന് പറയുകയാണ് ഞാൻ ജാസി സുഹൃത്തല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ബന്ധം അവിടെ തീർന്നു. പേഴ്സണലി എനിക്ക് ആ കുട്ടിയുടെ ഒരു ഗ്രഡ്ജും കാര്യങ്ങളും ഇല്ല, അതവിടെ നിൽക്കട്ടെ. സുഹൃത്തുക്കളാണ്, ശരിയാണ്. ഇപ്പം എനിക്കും കുറെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ നമ്മൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ വിചാരിക്കുക, ഞാനിപ്പോ പ്രസവിച്ച് കിടക്കുകയാണ്, സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങ് വരികയാണ്. ഇപ്പം യൂട്യൂബിലാണെങ്കിൽ എനിക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്, അമിയ പോലെയുള്ള കുറെ ലേഡീസ് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഇവന്മാരൊക്കെ എന്നെ വരികയെന്ന് വിചാരിച്ചു. അപ്പൊ എന്നെ കാണാൻ വരും. അപ്പത്തേക്ക് ഞാൻ പറയും എനിക്ക് കുറെ സ്റ്റിച്ച് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പൊക്കി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അല്ല. അപ്പത്തേക്ക് ഇതങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ലേഡീസ് ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യത്തില്ല. അത് എത്ര സുഹൃത്തുക്കളാണെങ്കിലും, ഈവൻ നമ്മുടെ ഹസ്ബൻഡ്സ് ആണെങ്കിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും നമുക്കത് എന്തോ പോലെ ഒരു ഇതാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു പെൺകുട്ടി പബ്ലിക്കിൽ നിൽക്കുകയാണ്, ഞാൻ വീടിന്റെ വെളിയിലാണ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ കാണും, ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അതൊക്കെ എന്ത് മാന്യതയാണ്? അതിനെയാണ് നമ്മൾ ഇവിടെ ചോദ്യം ചെയ്തത്. എന്നിട്ട് വീണ്ടും ഇതിനെ ലഘൂകരിക്കുകയാണ് ഈ ജാസി വീണ്ടും ചെയ്തത്. അന്ന് ഇതിന് ശേഷം എന്നിട്ടും ഹെലൻ ഒന്നും മിണ്ടിയില്ല, ധന്യ ഒന്നും മിണ്ടാതിരുന്നു. പക്ഷെ അവളെ പ്രവോക്ക് ചെയ്തത്, ഇത്രയും തെമ്മാടിത്തരം കാണിച്ചു വെച്ചിട്ട് അവളെ പ്രവോക്ക് ചെയ്ത് വീഡിയോ ഇട്ടത് ജാസിയാണ്. ജാസി അങ്ങനെ ഞാൻ ഒരു മില്യൺസ് വ്യൂസ് ഉള്ള ഒരു കുട്ടിയെ, അല്ലെ ഫോളോവേഴ്സ് ഉള്ള ഒരു കുട്ടിയെ ഞാൻ അത് കാണിച്ചു എന്ന് പറഞ്ഞ് അവളെ പ്രവോക്ക് ചെയ്തപ്പോഴാണ് ധന്യ അവിടെ ഒരു റിയാക്ഷനുമായിട്ട് വന്നത്. അവിടുന്ന് തുടങ്ങി. കാരണം ജാസിക്ക് അറിയാം എങ്ങനെ കോൺട്രവേഴ്സി സൃഷ്ടിക്കണമെന്ന് ജാസിക്ക് അറിയാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചൊറിഞ്ഞു നിൽക്കുകയാണ്. തീർന്നിട്ടില്ല. ജാസി പറഞ്ഞ ഓരോ കാര്യങ്ങളും, അതായത് മറ്റ് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും അവിടെ ധന്യയുടെ കയ്യിൽ റെക്കോർഡ് സഹകരിപ്പുണ്ട്. അവളെ പ്രകോപിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും അതെടുത്ത് പുറത്ത് വിടും. പിന്നെ അടപടലം നാറും മൂഞ്ചുമെന്ന് മാത്രം നമുക്ക് പറയാവുള്ളൂ. അതുപോലെ തന്നെ ആഷി എന്തിനാണ് ഇതിനെല്ലാം കൂട്ടി നിൽക്കുന്നത്? അവൻ എന്തൊരു വാഴയാണ്. അവൻ ഇത്ര ബോധമില്ല. അവന് നമ്മുടെ മുമ്പെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഈ ജാസി ആഷി എന്താണ് പേടിപ്പിച്ച് നിർത്തിയേക്കുവാണ്. അവൻ ഒരു ദിവസം കരഞ്ഞോണ്ട് മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് അടിച്ച് മൂക്ക് വരുത്തി ഇവിടെ എല്ലാം ചുമപ്പിച്ചാണോ, അതോ ഇനി വേറെ എന്തെങ്കിലും ചായം തേച്ച് വെച്ചേക്കുവാണോ, ബ്ലഷ് ഇട്ടതാണോ എന്നറിയത്തില്ല, അടിച്ച് പേടിപ്പെടുത്തി നിർത്തിയേക്കുവാന്നൊക്കെ. എടാ നീയൊക്കെ ഒരാണാണോ? ഇതിന്റെയൊക്കെ വലിയ ആവശ്യമുണ്ടോ? എന്തുവാണ് ഈ ലോകത്ത് നടക്കുന്നത്? എന്താണെങ്കിലും ബാക്കി കേൾക്കാം, പറ. കഥ അറിയാതെ ആട്ടം കാണുന്ന കുറച്ച് ആൾക്കാർ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ,
ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ എന്ത് സർജറിയാണ് ചെയ്തതെന്ന് റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അത് എനിക്ക് ഇനിയിപ്പോ ജാസി ഡൗൺ ആണോ ചെയ്തത്, ജാസി ബ്രസ്റ്റ് ആണോ ചെയ്തത്, അല്ലെങ്കിൽ ജാസി വേറെ എന്തിനാണോ ചെയ്തത്, താല്പര്യമില്ല എനിക്ക് പറയാൻ. അതുപോലെ ഞാൻ ചെയ്ത റെനെ മെഡിസിറ്റിയിലേക്ക് വിളിച്ച് ചോദിക്കുന്നു. ഞാൻ റെനെ മെഡിസിറ്റിക്കെതിരെ കംപ്ലൈന്റുമായിട്ട് പോകുന്നുണ്ട്. അത് ഞാൻ ഒഫീഷ്യലി ഡോക്ടറിനെ വിളിച്ച് ഡോക്ടറിനും ഡോക്ടർ അസിസ്റ്റന്റിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ജാസി മാഡം വന്ന് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. ഇവിടുന്ന് അങ്ങനെ ഒരു ഇത് പോയിട്ട് അവരുടെ വിത്ത് പ്രൂഫുള്ള വീഡിയോസ്, കാരണം അവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് സംസാരിക്കുന്ന വിത്ത് പ്രൂഫുള്ള വീഡിയോസ് ഞാൻ അവർക്ക് എന്റെ കയ്യിൽ സേവ് ചെയ്ത് വെച്ച് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ അതിന് നല്ലൊരു നടപടി തന്നെ ഞങ്ങൾ എടുത്തോളാം. പിന്നെ ചില പറഞ്ഞ ജാസി വന്നത് അവിടെ വേറെ എന്തോ സർജറിക്കാണ്, അല്ലെങ്കിൽ വേറെ എന്തോ അസുഖത്തിന് മരുന്ന് വാങ്ങാനാണ്, ജാസി ഒരു സർജറിയും ചെയ്തില്ല എന്നൊക്കെ കുറെ പേര് പറഞ്ഞു. അപ്പൊ ഇവരുടെ കാര്യങ്ങളൊന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല. അവരെന്താണ് ഇവിടെ ഡൗൺ സർജറി ഇല്ലെന്നേ പറഞ്ഞു. അതിനെന്താണ് ഇത്ര തെറ്റ്? അതിനൊരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ വേറെ ഇഷ്യൂസോ അല്ലെങ്കിൽ ഇവർ എന്ത് സർജറിയാണ് ചെയ്തതെന്നോ ഇവരുടെ മറ്റു കാര്യങ്ങളോ ഒന്നും ആ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വിളിച്ചു കൊള്ളാത്ത വളരെ കറക്റ്റ് ആണ്. ഇവിടെ ഡൗൺ സർജറി ഇല്ല എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇവിടെ വേറെ ഒരു മോശമായിട്ടോ ഇവരുടെ കാര്യങ്ങളോ ഒന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല. അപ്പം ഇവര് നേരെ ഇതിന്റെ പുറകിന് പോയാലും അതല്ല ഈ ഹോസ്പിറ്റലിനെതിരെ കേസ് കൊടുത്താലും അവർക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഇവിടെ വീണ്ടും ഇങ്ങനെ കോൺട്രവേഴ്സിയിട്ട് സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരെവിടെ ഒരു ഫംഗ്ഷന് പോയപ്പോഴത്തേക്ക് ഓൺലൈൻ മീഡിയാസ് ഇവരെ പുറകിന് നടന്ന് കുത്തി ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹെലൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ വീഡിയോയ്ക്ക് അടിയിൽ. അപ്പൊ കമന്റിനെ കുറിച്ച് ഇങ്ങനെ ഈ ഓൺലൈൻ മീഡിയക്കാരാണ് അവരെയാണ് ആദ്യം മടൽ വെട്ടി അടിക്കേണ്ടത്. അവരാണ് ഇവർ പുറകിന് നടന്ന് ഇവർക്ക് പ്രൊമോഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം അതിന് ജാൻമണി പ്രതികരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, മറ്റു പലരും പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ ജാൻമണിയുടെ ഒക്കെ പ്രതികരണം വളരെ മോശമാണ്. ഇത് ഈ ട്രാൻസ്ഫർക്ക് ഇവർക്ക് എന്താണ്, ഇവർക്ക് എന്തും ആകാമെന്നാണോ? ഇവർക്ക് ഒരു തീരെ ഒരു ബോധമില്ല. ഇവരെന്താണ് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ഈ എല്ലാ പണ്ടാരങ്ങളും ഈ അമേരിക്ക വന്നത് കാണിച്ചതുപോലെ എല്ലാത്തിനും തൂത്തുവാരി അടിച്ചോടിക്കണം. ഇവിടങ്ങളിൽ ഇവർക്ക് ഒരു പരിഗണനയും കൊടുക്കരുത്. ഇവരിങ്ങനെ മൂത്ത് ഇത് അങ്ങേറ്റാക്കുവാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ കുവൈറ്റില് ന്യൂ ഇയറിന്റെ അന്ന് ആണുങ്ങൾ പെൺവേഷം കെട്ടിയിട്ട് എവിടെ കണ്ടോ പോയി സെലിബ്രേഷൻ ചെയ്തു. അത് ഇവര് സോഷ്യൽ മീഡിയ എടുത്തിട്ടു. എല്ലാത്തിനും തൂത്തുപേർക്ക് കുവൈറ്റ് സർക്കാർ ജയിലിലാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ. പക്ഷെ ഇത് നമ്മുടെ ഇന്ത്യയിൽ നടക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എന്തുമാകാമെന്നുള്ള ഒരു ഇതാണ്. അപ്പൊ ഇത് ഇവരെ ട്രാൻസിന്റെ ഇവരുടെ കമ്മ്യൂണിറ്റി ഇവരങ്ങ് നമ്മളായിട്ട് വെറുപ്പിക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം സത്യമായിട്ടാണ് പറഞ്ഞത്. ആ കുട്ടിയോട് പറഞ്ഞു ഞാൻ പുറത്താണ് എനിക്ക് കാണേണ്ടതാണ്. അത് പറഞ്ഞത് തന്നെയാണ്, അത് ഞാൻ മാറ്റി പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ നീ വീഡിയോ കോൾ ഓൺ ആക്കണ്ട, ഞാൻ ഓൺ ആക്കാം എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ഞാൻ ഓൺ ആക്കി ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. കാരണം ഓൾറെഡി എനിക്ക് ആ സമയത്ത് കൈ നല്ല പൊക്കാൻ പറ്റും. ഇപ്പോഴും എനിക്ക് കൈ ഒരുപാട് പൊക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആ ഒരു സർജറി കഴിഞ്ഞ ഭാഗത്ത് സ്റ്റിച്ചും കാരണം വലിയോ അല്ലെങ്കിൽ നമ്മൾ കൈ പൊക്കി കഴിഞ്ഞാൽ അവിടെ ഒരു വേദന അനുഭവപ്പെടുമ്പോൾ ഒരു പേടി തോന്നുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് പൊക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട ഡ്രസ്സ് എന്ന് പറയുന്നത് ഓപ്പൺ നൈറ്റീസ് ആണ്. അതായത് ഞാൻ ഓപ്പൺ നൈറ്റീസ് പറഞ്ഞാൽ കാണിച്ചു ഒരു മിനിറ്റ്. അപ്പൊ ഈ ടൈപ്പ് മാക്സി നൈറ്റീസ് ആണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. സ്റ്റിൽ ഈ നിമിഷം വരെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത് കേട്ടോ. അത് എനിക്ക് എന്റെ ഫ്രണ്ട് ഇട്ടതാണ്. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ഡ്രസ് ഇതൊക്കെയാണ് ഇവര് നമ്മുടെ സമൂഹത്തിലുള്ള സൊസൈറ്റിയിലോട്ട് ഇത് കുഞ്ഞു മക്കളടക്കം കാണുന്ന ഓരോരോ കാര്യങ്ങളാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എല്ലാം കൊച്ചുമക്കളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ ഒരുമാതിരി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇന്ന് സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ കൊച്ചുമക്കളുടെ ജീവിതം കൂടെ നിങ്ങൾ നശിപ്പിച്ച് കളയാണ്. കൊച്ചുമക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്ത്, കഴിഞ്ഞ ദിവസം ഇവർ എന്താണ് ഒരു റിസോർട്ടിലും കാര്യങ്ങളൊക്കെ മലപ്പുറത്ത് കോഴിക്കോട് കണ്ട് സംതിങ് പോയപ്പോഴത്തേക്ക് അവിടെ ഇവര് വണ്ടി ഏതോ കുട്ടികള് അവിടെ പേരെങ്ങാണ്ട് എഴുതി. അപ്പൊ വേറൊരു കുട്ടിയാണ് എഴുതിയത്. അങ്ങനെ ഇവര് ഈ ജാസി അവിടെ പോയിട്ടുണ്ട്. ആ കുട്ടികളോട് വളരെ രൂക്ഷമായിട്ട് സംസാരിക്കും, വളരെ അസഭ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് തെറി പറഞ്ഞിട്ട് അവരോട് കയർക്കുകയൊക്കെ ചെയ്യുന്ന പറഞ്ഞ വീഡിയോ എന്താണ് വോയിസ് റെക്കോർഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ ജാസി കാണിക്ക ഫുള്ള് മുഖംമൂടിയാണ്. ഇവള് അട്ടർ ഫേക്ക് ആണ്. ഇവളല്ലല്ലോ ഇവന് അട്ടർ ഫേക്ക് ആണ്. ഇവൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചിക്കണം. ഇവൻ നേരത്തെ ഒന്ന് കല്യാണം കഴിച്ച ഒരു പെങ്കൊച്ചിന്റെ ജീവിതം തൊലപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ കോമാളിത്തരം നടക്കുവാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ.